സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സത്യവചനങ്ങൾ ഇതാ ഇസ്രായേലിൽ നിന്നും പുറപ്പെടുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആദ്യം തന്നെ ജീവനുള്ള ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. അതിനുപരിയായി നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഏത് മനുഷ്യൻ്റെയും, ഏത് രോഗിയായിക്കോട്ടെ, ദുഃഖത്തിലായിക്കോട്ടെ, പ്രയാസത്തിലായിക്കോട്ടെ, ആശുപത്രിയിൽ കിടക്കുന്നവരായിക്കോട്ടെ, ഏത് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പവറുള്ള ഒരു ആത്മാവുണ്ട്. അതുപോലെ തന്നെ പുനരുത്ഥാനമുണ്ട്, നിത്യജീവനും ഉണ്ടെന്ന് വിശ്വസിക്കണം. എങ്കിലേ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ആ നിത്യതയിലേക്കുള്ള ജീവിതം നമുക്ക് ആവശ്യമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ആത്മാവിനെ നിത്യ ജീവങ്കിലേക്ക് കൊണ്ടുപോകാനും നിത്യ നാശത്തിലേക്ക് പോകാനുമായിട്ട് ഇടയാകും. ദൈവത്തിൻ്റെ വ്യവസ്ഥ എല്ലാവരും നിത്യജീവനെങ്കിലേക്ക് കടക്കണം, ദൈവരാജ്യത്തിലേക്ക് കടക്കണമെന്നാണല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം, പുതിയൊരു സൃഷ്ടിയാകണം. അതിനാണ് പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ച് കാൽവറിയിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ആ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ആ പുത്രനിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയായാലും അവന് രക്ഷയുണ്ട്. ആ പുത്രനിൽ കൂടെ അല്ലാതെ പിതാവിലേക്ക് പോകുവാൻ ആർക്കും തന്നെ കഴിയില്ല എന്ന് ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ അനാദികാലങ്ങളാൽ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഇത് ക്രിസ്ത്യാനികളും മറ്റുള്ളവരൊക്കെ പഠിപ്പിക്കുന്ന ന്യായപ്രമാണങ്ങൾ മാറിപ്പോയി പുതിയൊരു നിയമം വന്നു. അതുകൊണ്ട് ആർക്കും തന്നെ ഇനിയും ആ ഒരു 10 കൽപ്പന, ദൈവം കൽപ്പിച്ച ആ 10 കൽപ്പന ആരും അനുസരിക്കേണ്ട. പുതിയതായിട്ടൊരു പുത്രൻ ലോകത്ത് വന്നുകൊണ്ട് ആ കൽപ്പനകളൊക്കെ മാറിപ്പോയി എന്നൊക്കെ പലരും പഠിപ്പിക്കുന്നു. പക്ഷെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, 10 കൽപ്പനയിൽ 4-ാം കൽപ്പനയായ ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കർത്താവ് പറഞ്ഞു. അതിനെ എടുത്തു മാറ്റി ശനിയാഴ്ചത്തെ ദിവസത്തെ മാറ്റിയിട്ട് ഞായറാഴ്ച ദിവസമാക്കിയ ദൈവജനത്തോട് ഞാൻ പറയുന്നു, ഈ കൽപ്പനകൾ പാലിക്കാത്ത ആരും തന്നെ ദൈവരാജ്യത്ത് കടക്കത്തില്ല എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഞാനിതാ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.